ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ എൻഗേജ്മെൻറ്റ് വീഡിയോസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ മീനാക്ഷി കുട്ടിയുടെ കല്യാണമാണ്. അപ്പോൾ അതിനായിട്ട് ഞങ്ങൾ ട്രിവാൻഡ്രം പോകണം. അപ്പോൾ ഇതിലെ പാക്കിങ്ങും എല്ലാം ജോലി കഴിഞ്ഞ് വന്നിട്ട് ഞാൻ തലേ ദിവസം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് പാക്കിങ്ങും പെട്ടെന്ന് മേലൊക്കെ കുളിച്ച് ഡ്രസ്സൊക്കെ മാറി. തല നനച്ചില്ല, എന്താണെന്ന് വെച്ചാൽ തല നമുക്ക് അഴിച്ചിട്ടിട്ട് പോകാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട്. അപ്പോൾ എന്തായാലും നാളെ കാലത്ത് അവിടെ പോയിട്ട് നമുക്ക് തലയൊക്കെ നനയ്ക്കാമല്ലോ. അപ്പോൾ ഇതേ നമ്മളെല്ലാവരും റെഡിയായി എല്ലാം പാക്ക് ചെയ്ത് ഇറങ്ങി. ഒരുപാട് ലഗേജ് ഉണ്ട്, കാരണം നമുക്ക് തലേ ദിവസം മൈലാഞ്ചി, അതുപോലെ തന്നെ കല്യാണം, അതിനുശേഷം പിറ്റേ ദിവസം റിസപ്ഷൻ, അങ്ങനെ 3 ദിവസത്തെ പരിപാടിയാണ്. അപ്പോൾ അതിനുള്ള എല്ലാ ഡ്രസ്സും കാര്യങ്ങളും എല്ലാം എടുക്കണ പോലെ അവിടെ ചെന്നിട്ട് നമുക്ക് കാഷ്വൽ ഡ്രസ്സ് വേണം, അതൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എല്ലാ ഭാഗങ്ങളും ഒന്നും ഷൂട്ട് ചെയ്യണില്ല. ഇതേ നമ്മളൊരു പെട്രോൾ പമ്പിൽ കയറിയിട്ട് നമ്മുടെ എന്താ പറയുക, ടിയാഗോയ്ക്ക് പെട്രോളൊക്കെ അടിച്ചിട്ട് നമ്മളിങ്ങനെ പോവാണ്. പിന്നെ ഇതേ വഴിയിൽ ഇങ്ങനെ വണ്ടികളൊക്കെ അത്യാവശ്യം ഉണ്ട്. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു 11 മണി ആയിട്ടുണ്ടായിരുന്നു. പിന്നെന്താ, ഞങ്ങളിങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ്, അനിയനും ഉറങ്ങാൻ പാടില്ലല്ലോ, അങ്ങനെ ഞങ്ങൾ ഉറങ്ങാതെ ഇടയ്ക്കൊക്കെ ഒന്ന് തൂങ്ങി പോകണ്ടേലും പെട്ടെന്ന് ഞെട്ടി ഉണർന്നിങ്ങനെ ഇരിക്കാതിന് ശേഷം വണ്ടി ഒരു തട്ടുകടയിൽ നിർത്തിയിട്ട് അച്ഛനും അമ്മയും അനിയനും കുഞ്ഞൊക്കെ ഒരു ചായ കുടിച്ചു. കുഞ്ഞ് അതിൻ്റെ കൂടെ ചെറുതായിട്ട് 2 പൊറോട്ടയും ബീഫും കഴിച്ചു എന്ന് പറഞ്ഞ് ഞാൻ കണ്ടില്ല. പിന്നെ നമ്മളിതേ ഇവിടെ എത്തി വീടിൻ്റെ ഫോട്ടോ, അതായത് വീടിൻ്റെ ആ വീഡിയോ ഒക്കെ നന്നായിട്ട് കാണിക്കണമെന്നുണ്ട്, ആ ലൈറ്റൊക്കെ ഇട്ട്. അതൊന്നും എടുക്കാൻ പറ്റിയില്ല, ചെറിയൊരു മഴയുണ്ട്. പിന്നെ പിറ്റേ ദിവസമായി. അപ്പോൾ അത്യാവശ്യം 1-2 പേർക്കൊക്കെ കട്ടൻ കാപ്പി കാര്യങ്ങളൊക്കെ കാലത്ത് ആരൊക്കെയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊക്കെ എണീറ്റ് വന്നപ്പോൾ 8 മണിയായി. കട്ടൻ കാപ്പി വേണ്ടവർക്ക് കട്ടൻ കാപ്പിയൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. ഫുഡ് കാര്യങ്ങളൊക്കെ വേറെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം ഞങ്ങൾക്ക് ഒരു നേരത്തെ തന്നെ ഒരു 8 മണിയായപ്പോൾ തന്നെ ഇടിയപ്പവും അപ്പവും കറിയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ചിറ്റയൊക്കെ അമ്പലത്തിലൊക്കെ പോയിട്ട് ഒരുപാട് ബിസിയിലാണ് എല്ലാവരും. മേക്കപ്പ് കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് പുറത്തേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് പേരെ ഇവിടെയുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ നമ്മുടെ കല്യാണം നടക്കുന്ന ഓഡിറ്റോറിയത്തിൻ്റെ അടുത്ത് റൂം കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്, അവിടെ ആയിരിക്കും. ഈ വൈകിട്ട് മൈലാഞ്ചി വീട്ടിലായതുകൊണ്ട് തന്നെ ഞങ്ങൾ മൈലാഞ്ചി കഴിയുമ്പം അങ്ങോട്ടേക്ക് പോകും. അതിന് ശേഷമുള്ള വീഡിയോസ് വെയിറ്റ് ചെയ്തിരിക്കുക, പിന്നാലെ വരുന്നതായിരിക്കും. സമയം പോലെ നമ്മളിടാം, വ്ളോഗായിട്ടോ ഷോർട്ട് വീഡിയോ ഒക്കെ ആയിട്ട് ഇടാം. പിന്നെന്താ, പിറ്റേ ദിവസം ഞങ്ങൾ പിറ്റേ ദിവസത്തെ കാര്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫുഡ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ചെറിയൊരു ഫേഷ്യൽ, അതായത് നമ്മുടെ തൈരും കാപ്പിപ്പൊടിയും തക്കാളിയൊക്കെ വെച്ചിട്ടൊരു ഫേഷ്യൽ ചെയ്യുകയാണ്. എല്ലാവരും ചെയ്യുന്നുണ്ട്, കാരണം നല്ലൊരു ഗ്ലോ കിട്ടും, നാച്ചുറലാണ്, വേറെ സൈഡ് എഫക്റ്റ് കാര്യങ്ങളൊന്നുമില്ല. ഞാനൊക്കെ എന്താ പറയുക, വൺസ് ഇൻ എ വീക്ക് അല്ലെ വൺസ് ഇൻ എ വീക്ക് ചെയ്യുന്നത് നല്ലതാണ്, കാരണം തൈരൊക്കെയാണ് നല്ലൊരു മോയ്സ്ചറൈസറാണ്, എന്നാൽ ഫേസിന് നല്ല ഗ്ലോ കിട്ടും. അപ്പോൾ നമ്മൾ തലേ ദിവസമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ രാവിലെയൊക്കെ ഫംഗ്ഷന് മുമ്പായിട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഫേസിന് നല്ലൊരു ഗ്ലോ കിട്ടും. നല്ലൊരു ക്ലെൻസറാണ് ശരിക്കും പറഞ്ഞാൽ മോയ്സ്ചറൈസർ ചെയ്ത് തൈരിട്ട് ചെയ്യുമ്പോഴേക്കും. പിന്നെ നമ്മൾ സെറ്റ് സാരി അന്ന് വൈകിട്ട് നമുക്ക് മൈലാഞ്ചി ഇന്ന് വൈകുന്നേരം ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് സാരിയൊക്കെ അയൺ ചെയ്ത് വെച്ചു. അപ്പോൾ ഇന്നിപ്പോൾ ഇത്രയും വീഡിയോ ഉള്ളൂ. നമ്മൾ തലേ ദിവസം ഇവിടെ എത്തിയതും, തലേ ദിവസം അല്ല, ഇന്ന് വെളുപ്പിന് 3 മണിക്കാണ് എത്തിയത്. 8 മണിയായപ്പം ഒന്ന് ഉറങ്ങിയിട്ട് ഒരു 8 മണിയായപ്പോൾ എണീറ്റു. അത് കഴിഞ്ഞിട്ടുള്ള ചായ കുടിയും കാപ്പി കുടിയും പിന്നെ മറ്റു ഒരുക്കങ്ങളൊക്കെയാണ് കാണുന്നത്. അപ്പോൾ മൈലാഞ്ചിയുടെ ഒരു എന്താ പറയുക, വ്ളോഗായിട്ട് നമുക്ക് വേറെ ഇടാം.